വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നട്ടി മോസ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നട്ടി മോസ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചൈന ഗ്രാസ് സോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ജെലറ്റിൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഉപയോഗിക്കും. അതിന് സെറ്റിംഗ് ഏജൻറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് 5 ഗ്രാമാണ്. ചൈന ഗ്രാസ് വരുന്നത് സാധാരണ 10 ഗ്രാമിൻ്റെ പാക്കറ്റിലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അതിൻ്റെ നേരെ പകുതിയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. 2 പീസായിട്ടായിരിക്കും അതിൻ്റെ ഹാഫ് എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് ഇടാം, ചെറിയ പീസുകളാക്കി ഇടാം. ഇത് കുറച്ച് നേരം 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്ന് അലിയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നമ്മളിത് ചെയ്യാൻ പോകുന്ന പുഡിങ്ങിന് ഏറ്റവും ആദ്യം നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ് ഉണ്ടാവും. അതിൻ്റെ നടുക്കത്തെ ലെയർ എന്ന് പറഞ്ഞാൽ മോസ് പുഡിങ്ങിൻ്റെ ഒരു ലെയറാണ്. അതിൻ്റെ മേലെ നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് ഇടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും അടിയിലത്തെ ലെയറിന് വേണ്ടിയിട്ട്, ബേസിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ നമ്മൾ ഒരു സിപ്ലോ കവറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് 1/4 ഭാഗം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 100 ഗ്രാം ആരോറൂട്ട് ബിസ്ക്കറ്റാണ്. അതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർക്കാം. ഇപ്പം നോക്കിയാൽ ഇതെല്ലാം ഒന്ന് വെറ്റായ പോലെ ഉണ്ട്. ഈ ഒരു പരുവം നമുക്ക് വേണ്ടേ. വേണ്ട, ഇതിപ്പോൾ നനഞ്ഞിരിക്കുന്ന പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, ബട്ടറും ബിസ്ക്കറ്റും കൂടെ. ഇങ്ങനെ പിടിച്ചു നോക്കുക. നല്ലതായിട്ട് ഹോൾഡ് ആകുന്നുണ്ടെങ്കിൽ ബട്ടർ ഇനഫ് ഉണ്ട്, ആവശ്യത്തിന് ബട്ടറുണ്ട്. വിട്ട് പോവുകയാണെങ്കിൽ ബട്ടർ ഇല്ല എന്നുള്ളതാണ്. അപ്പം കുറച്ച് ബട്ടറും കൂടി ഇടുക. അപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് ഒരു ലെയർ കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ട്രേയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ചേർക്കുക. നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം ബേസിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ലെയർ ഉണ്ടാക്കുന്ന ടൈം വരെ ഇത് ഫ്രിഡ്ജിലിരിക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബട്ടർ ഫേം ആവും. അതുകൊണ്ട് നമുക്ക് ആ അടിയിലത്തെ ലെയർ നല്ല ഫേമായിട്ട് കിട്ടും. അപ്പം അടുത്തായിട്ട് പ്രലൈൻ ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ, 1/3 നിറച്ചിനെ എടുത്തിട്ടില്ല, കുറച്ച് താഴെ എടുത്തേക്കുന്നത്, അത്രയും ഷുഗർ ചൂടാക്കുക. കാരമലൈസ് ചെയ്യാം. പഞ്ചസാര നമ്മൾ കരിച്ചെടുക്കാനായിട്ട് പോവാം. പഞ്ചസാര ഇതുപോലെ കരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നട്ട്സ് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ പാച്ച്മെൻറ്റ് പേപ്പറിലേക്കാണ് ഒഴിക്കുന്നത്. ഇത് ഉടനെ ചെയ്യണം, അല്ലെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. നമ്മൾ ഷുഗർ എടുത്തതിൻ്റെ നേരെ പകുതിയാണ് ഞാൻ നട്ട്സ് എടുത്തത്. ഇനി ഇത് ഫുൾ കൂളാവണം. കൂളായ ശേഷം നമ്മളിത് പൊടിച്ചെടുക്കും. മാറ്റി വെക്കാം.
നമ്മളിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തേക്കായിരുന്നു. ഇപ്പം നോക്കിയാൽ ഒത്തിരിയും ഡിസോൾവ് ആയി, ഈ ഒരു കണ്ടീഷനിലായി. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്തെടുക്കണം, അലിയിച്ചെടുക്കണം. ഇപ്പം നോക്കിയാൽ ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയി, നന്നായിട്ട് വെള്ളത്തിൽ ചേർന്നു. അപ്പം നന്നായിട്ട് തിളച്ചു. ഇനി ഓഫ് ചെയ്യാം. അടുത്തായിട്ട് വേറൊരു സോസ് പാനിലേക്ക് നമുക്ക് 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, ഇതിലേക്ക് പാലൂടെ ചേർക്കാം. ഇത് 1.5 കപ്പ് പാല് ചേർത്തു. രണ്ടും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ പാലും കണ്ടൻസ് മിൽക്കും കൂടെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഷുഗർ ചെക്ക് ചെയ്തിട്ടിടുക. മധുരം കുറവാന്ന് തോന്നുവാണെങ്കിൽ ഇടുക. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഈ ചൂടായിട്ടുള്ള ചൈന ഗ്രാസ് മിക്സ്ചർ വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് വീണ്ടും ഒന്ന് ഹീറ്റ് ചെയ്യുക. എപ്പോഴും ഒരേ ചൂടിൽ വേണം ചേർക്കാനായിട്ട്. ഇപ്പം ചൈന ഗ്രാസ് നമ്മൾ ഒഴിക്കുമ്പം രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആയിരിക്കണം. ചൂട് ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കാം, പാലിലേക്ക് ഒഴിക്കാം. പാലിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. അതിനുശേഷം ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ചൈന ഗ്രാസ് ഉപയോഗിച്ചേക്കുന്നുണ്ട്. ഇത് നമ്മൾ ചില്ലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ, തണുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സെറ്റാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ വലിയ ചൂടൊന്ന് പോകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ചൂടുണ്ട്. ചൂടാറുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് എസൻസ് ഒക്കെ ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇപ്പം ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്കിത് അരിച്ച് ഒഴിക്കാം. നമ്മൾ ചെറിയ ചൂടോടെ വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഈ അരിച്ച് വെച്ചേക്കുന്ന മിക്സർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുവായിരുന്നുള്ള ബിസ്ക്കറ്റിൻ്റെ മിക്സർ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കും. കുത്തി വീഴാതിരിക്കാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. അപ്പോൾ നമ്മൾ ട്രെയിൽ ഒഴിച്ച ശേഷം പുറത്ത് തന്നെ വെക്കുക. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ ചൂടെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ബബിൾസ് ഉള്ളതുകൊണ്ട് ഞാനതെല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്യുക ടൂത്ത് പിക്ക് യൂസ് ചെയ്ത്. പുഡിംഗ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രലൈൻ പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ പുഡിങ്ങിൻ്റെ പുറത്തിടാനായിട്ടാണ്. അപ്പോൾ ഇതൊന്നെങ്കിൽ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. സൂക്ഷിച്ച് ചെറുതായിട്ട് പൾസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുക. നമ്മുടെ കേരളത്തിലൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഇത് നനവാകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെതറി പുഡിങ്ങിൻ്റെ പുറത്ത് ഇടാം. ഈ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി ഫൈനായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഇച്ചിരി തരിയുള്ള പോലെ കടിക്കാൻ കിട്ടുന്ന പോലെ എടുക്കുന്നതാണ് നല്ലത്. നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതേപോലെ ബാക്കിയുള്ളത് പൊടിച്ചെടുക്കുക. ഇപ്പോൾ പ്രലൈനും റെഡിയാണ്. ഇതേപോലെ കിട്ടി. ഇത് നമ്മൾ സിപ്പ് ലോക്കിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എപ്പോഴും പുഡിംഗ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഇട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പേ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ എപ്പോഴും ഇത് ആ ക്രിസ്പായിട്ട് കിട്ടണമെങ്കിൽ, ക്രഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ടിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. പുഡിങ് ഇപ്പം നോക്കിയാൽ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്ലൈസ് ചെയ്യാവുന്നൊരു പരുവായിട്ടില്ല. ഇതിപ്പോൾ ഒരു അരമണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രളൈൻ ഇടാനായിട്ട് പോവാണ് കാണിക്കാനായിട്ട്, നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ മാത്രം പ്രളൈൻ ഇടുക. ഇപ്പോൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേമായിട്ട് പീസസ് മുറിക്കാൻ പറ്റത്തില്ല, ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നോക്കിയാൽ കാണാം സെറ്റായിട്ടുണ്ട്, പക്ഷെ മുറിക്കാവുന്നൊരു കണ്ടീഷനായിട്ടില്ല. ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുഡിങ് നല്ല ഫേം ആവും, ഈ പ്രളയം നല്ല ക്രഞ്ചി ആയിട്ടും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ സെർവ് ചെയ്യുക. ഈ റെസിപ്പി വളരെ എളുപ്പമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഒക്കേഷൻ വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ് നട്ടി മോസ് പുഡിങ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.